നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളും നശിച്ചു പോകരുത്. നമുക്കൊരു വാശി അങ്ങനെ വേണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ പറയുന്ന വാക്കായിരിക്കും പ്രവൃത്തിയാക്കാം. ചിലപ്പോൾ അവർ തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. 3 വഴിയിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ നശിപ്പിക്കാം. ഒന്ന്, വാക്കും പ്രവൃത്തിയും. വിശ്വാസമുള്ള ആളായിരിക്കും, തമാശയായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിനിടയിലായിരിക്കും. നമ്മൾ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചില വ്യക്തികൾ വിശ്വാസമില്ലാതെയായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. 2, എനിക്ക് ദേഷ്യവും വൈരാഗ്യവും വരുമ്പോൾ ആ വ്യക്തിയെ നശിച്ചു പോകട്ടെ എന്ന് പലപ്പോഴും നമ്മൾ ഉള്ളിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ 3-ാമതായിട്ട് നമ്മൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ, ഉപേക്ഷിച്ചിടുമ്പോൾ, ഈ 3 വഴികളിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ നശിപ്പിക്കാം എന്ന് കർത്താവ് പറയുന്നു. അവൻ ആരെയും നശിപ്പിക്കാൻ ആരെയും നശിച്ചു പോകാനും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഉപേക്ഷിച്ച് കിടക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. ഏതെങ്കിലും വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റിയിട്ടുണ്ടോ? എൻ്റെ വിദ്വേഷം കൊണ്ടാകാം, വൈരാഗ്യം കൊണ്ടാകാം, എൻ്റെ പ്രവൃത്തി കൊണ്ടാകാം, ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടാകാം. ആത്മശോധന ചെയ്തേ. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നന്മയുള്ള പ്രവൃത്തിയിൽ ഞാൻ ഭാഗവാക്കുവാകുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല ഞാൻ ചെയ്തത്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ ചെയ്തത്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല.